ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഏകദേശം 25,000+ വേക്കൻസീസ് അല്ലേ, 25,000+ വേക്കൻസീസ് വരാൻ പോകുന്ന SSCയുടെ കേന്ദ്ര സേനകളിലേക്കുള്ള നിയമനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ GD വേക്കൻസീസ് അല്ലേ, CAPF പോലെയുള്ള SS പോലുള്ള പ്രധാനപ്പെട്ട എല്ലാ GD വേക്കൻസീസിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയാവുന്ന പോലെ തന്നെ December 1-നാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. December 31 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഏറ്റവും അധികം ആളുകൾ എഴുതുന്ന SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ GD എക്സാംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3 സ്റ്റേജുകളായിട്ട് നടക്കുന്ന, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ റിട്ടൺ ടെസ്റ്റ്, നമുക്ക് CBT എക്സാംസ്, അതിനുശേഷം വരുന്ന ഫിസിക്കൽ, അതുപോലെ തന്നെ മെഡിക്കൽ, ഇങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ December 31 വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന ടൈം എന്ന് പറയുന്നത്. സോ മാക്സിമം നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഒരു അയച്ചിട്ടുണ്ടായിരിക്കും. അയച്ചിട്ടില്ലാത്തവർ നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യാം, ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ കേന്ദ്ര സേനകൾ എന്ന് പറയുമ്പോഴത്തേക്ക് GD പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇത്രയും ഫോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിയമനങ്ങൾ നടക്കുന്നത് അല്ലേ. അതിൽ BSF വരും, നമുക്ക് ഫസ്റ്റ് വരുന്ന BSF വരും, ദെൻ നമുക്ക് CASF വരും അല്ലേ, CRPF വരും, SSB, ITBP, ആസാം റൈഫിൾസ് ആൻഡ് SSF. ഇത്രയും ഫോഴ്സുകളിലേക്കാണ് അല്ലെ നമ്മൾ ഈ പറയുന്ന 25,000+ വേക്കൻസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര അധികം ഫോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് GD പോസ്റ്റുകളുടെ നിയമനം എന്ത് ചെയ്യുക, നടക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് നിയമനം കളയാൻ വേണ്ടിയാണ്. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വേക്കൻസീസ് നമുക്ക് പറഞ്ഞ പോലെ നോക്കാം. ഇത്രയും കോഴ്സുകൾ വരുമ്പോൾ അതിൽ ഓരോന്നിലേക്കും എത്ര വേക്കൻസീസ് വരുന്നു, അങ്ങനെ ടോട്ടൽ എത്ര വേക്കൻസീസ് നേരത്തെ പറയാറുള്ളൂ. അതിന് ഇതെല്ലാം എന്താണ്, ടെൻഡേറ്റീവ് വേക്കൻസീസ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വേക്കൻസീസിൽ എന്തുണ്ടാകാം, ചേഞ്ചസ് ഉണ്ടാകാം അല്ലെ. വേക്കൻസീസിൽ ചേഞ്ചസ് ഉണ്ടാകും, വിച്ച് മീൻസ് ഇനിയും നിങ്ങൾക്ക് എക്സാം വരുമ്പോഴത്തേക്ക് വേക്കൻസീസ് ഇനിയും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, വേക്കൻസിയിൽ ചേഞ്ചസും ഉണ്ടാകും. പക്ഷേ GD എക്സാംസിന്റെ ഒരു സ്ഥിരം ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേക്കൻസീസ് കുറയുന്ന സിറ്റുവേഷൻ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. മിക്കപ്പോഴും വേക്കൻസീസ് എന്ത് ചെയ്യാറുള്ളൂ, കൂടാറുള്ളൂ. ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് പലപ്പോഴും GDയുടെ എക്സാംസിൽ അല്ലെങ്കിൽ വേക്കൻസീസിൽ എന്ത് ചെയ്യുക, ഉണ്ടാവാനായിട്ട് വരിക. അതുകൊണ്ട് നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എപ്പോഴും നമുക്ക് ഈ 25,000+ എന്നുള്ളൊരു കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു റഡാറിൽ നമുക്ക് വെച്ചിരിക്കാം അല്ലെ. സോ വേക്കൻസി നോക്കാം. BSFൽ നിങ്ങൾക്ക് ഏകദേശം 616 വേക്കൻസീസ് വരുമ്പോൾ അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നിയമനങ്ങൾ അല്ലെങ്കിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന എവിടെ തന്നെ ആയിരിക്കും, CASFൽ തന്നെയാണ് അല്ലെ. ഏകദേശം 15,000 അടുപ്പിച്ച് 14,500-ലധികം വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് CASFൽ നിലവിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ CRPF വരുമ്പോൾ 5,490 വേക്കൻസീസ് ആണ്. SSB വരുമ്പോഴത്തേക്ക് അവിടെ 1,764 വേക്കൻസി, ITBP 1,793 വേക്കൻസി, ARലേക്ക് വരുമ്പോൾ ആസാം റൈഫിൾസ് വരുമ്പോൾ 1,706 വേക്കൻസി ആൻഡ് SSF വരുമ്പോഴത്തേക്ക് ഫൈനലി 23 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 25,487 വേക്കൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ GD എക്സാംസിന് വേണ്ടി ആകെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് എക്സാമിന് ഇനിയും ടൈം വരും, വേക്കൻസി പിന്നെയും കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഉറപ്പായിട്ടും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും. സോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓൾറെഡി ഒരു ഡീസന്റ് നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് എന്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ പറഞ്ഞ വേക്കൻസി ഏറ്റവും കൂടുതൽ വരുന്നതും അതുപോലെ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതുന്നതുമായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ GD എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. GDയുടെ എക്സാം എന്ന് പറയുന്നത് ഏതൊരു രീതിയിലാണ് എക്സാം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു CBT എക്സാം ആണ്, Tier 1 എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ദെൻ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ 2 സ്റ്റേജസ് ആണ്. ആൻഡ് ലാസ്റ്റ് നിങ്ങൾക്ക് മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ആയിരിക്കും. ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫിസിക്കലിലേക്ക് ക്വാളിഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 30% മാർക്കാണ് നിങ്ങൾ കട്ട് ഓഫ് വരിക അല്ലെ. ഫസ്റ്റ് Tier 1 എക്സാംസിൽ 30% മാർക്കുകൾ നേടുന്നവരാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെ, ഈ പറയുന്ന പോലെ അടുത്ത കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഫിസിക്കലിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആകാം. ദെൻ OBC വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്, 25% മാർക്ക് സ്കോർ ചെയ്താൽ മതി. മറ്റ് കാറ്റഗറീസ് വരുമ്പോൾ 20% നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ സ്കോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ NCCയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 5% ഈ പറയുന്ന പോലെ നോർമലൈസേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ദെൻ B സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ 3%, അതുപോലെ തന്നെ A സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 2% നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞ പോലെ ബോണസ് മാർക്ക് ഈ നോർമലൈസ്ഡ് സ്കോറിന്റെ കൂടെ അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ബോണസ് മാർക്ക് ആയിട്ട് 5%, 3%, 2% ഇങ്ങനെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ എത്രയാണോ അതിന്റെ കൂടി ഒരു ബോണസ് മാർക്കും കൂടി എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈഡ് ആകുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കമ്പ്യൂട്ടർ നമ്മുടെ Tier 1 എക്സാംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. ഈ 30% അല്ലെങ്കിൽ 25%, 20% നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജ് ഫിസിക്കലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ക്വാളിഫൈഡ് ആവുകയുള്ളൂ. സോ ഈ രീതിയിലാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ടോട്ടൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ
എത്ര മാർക്ക് വരും? 40, 40, 40, 40, ടോട്ടൽ 120 മാർക്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടയർ 1 എക്സാംസിന് നിങ്ങൾക്ക് വരിക അല്ലെ. 120 മാർക്കാണ് വരിക. അപ്പോൾ അതിന്റെ 30% ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ക്വാളിഫൈഡ് ആകാനായിട്ട് നിങ്ങൾക്ക് വേണ്ട അല്ലെ. GK പാർട്ട് അതുപോലെ റീസണിംഗ് പാർട്ടിന് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് പാർട്ടിന് നിങ്ങൾക്ക് എത്ര വരും? 40 മാർക്ക് വരും. GK പാർട്ട് നിങ്ങൾക്ക് 40 മാർക്കാണ്. മാത്സ് എലിമെന്ററി മാത്സ് നിങ്ങൾക്ക് 40 ആൻഡ് ഇംഗ്ലീഷ് ഹിന്ദി എന്നുള്ളൊരു ഓപ്ഷൻ വരും അല്ലെ. നമുക്ക് ഇവരിൽ ഇംഗ്ലീഷ് ആണ്, ഹിന്ദി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഡി പാർട്ടിന്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 40 മാർക്സ് ആണ് വരിക. ടോട്ടൽ ഈ പറയുന്ന പോലെ 120 നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 120 മാർക്കാണ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അവിടെ 160 മാർക്കാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. സോ ഈ ഒരു ടയർ 1 എക്സാംസ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തിലേക്ക് പോകാനായിട്ട് പറ്റൂ? ഈ പറയുന്ന പോലെ ഫിസിക്കലിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റൂ. സോ അത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ പറയാറുള്ള 25,000+ വേക്കൻസീസ്. അതിലേക്ക് ഈ പറയുന്ന പോലെ വേക്കൻസീസ് വരുമ്പോൾ തന്നെ അതിലേക്ക് വരുന്ന ആപ്ലിക്കൻസിന്റെ എണ്ണം ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇനി അങ്ങോട്ട് പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന പോലെ GD പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ എടുക്കാനായിട്ട് നിൽക്കരുത്. നമ്മൾ ഒരു രീതിയിൽ റിസ്ക് എടുക്കാനായിട്ട് നിൽക്കരുത്. ഈ പറഞ്ഞ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു SSC പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? GD പോസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്. ഓൾറെഡി ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ മുൻപ് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, പകുതിയായി, അപ്ലൈ ചെയ്തു, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണോ? അല്ല. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. സോ എത്രയും വേഗം നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, അത് എത്രത്തോളം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആണോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ്. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ SSC GDക്ക് വേണ്ടി ASB അക്കാഡമി ലോഞ്ച് ചെയ്തിരിക്കുന്ന എക്സ്ക്ലൂസീവ് കോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം എന്ത് പഠിക്കണം എന്നുള്ളതാണ് പലരും കൺഫ്യൂഷൻ. എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പഠിച്ചാൽ നമുക്ക് കവർ ചെയ്യാം, എങ്ങനെ പഠിച്ചാൽ റിവിഷന് ടൈം കിട്ടും, ഇതൊക്കെ പലർക്കും കൺഫ്യൂഷൻ ആണ് അല്ലെ. നിങ്ങൾ ഓരോ ദിവസവും ഏതെല്ലാം ടോപ്പിക്സ് കവർ ചെയ്യണം, അത് വിത്ത് അതിന്റെ ക്ലാസ്സസോടും അതിന്റെ PDF നോട്ട്സും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്തെല്ലാം പഠിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഓരോ ദിവസവും നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സിന്റെ ക്ലാസ്സും അതിന്റെ നോട്ട്സും അതത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ആ സെക്ഷൻസ് ലൈവായിട്ടും റെക്കോർഡായിട്ടും വരുന്നത് കൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആവത്തില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായാലും സ്റ്റുഡൻസ് ആയാലും നിങ്ങൾക്ക് മറ്റ് എൻഗേജ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠനം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ തന്നിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങളുടെ ടൈമിൽ കവർ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അല്ലേ. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ സെക്ഷൻസ് നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ അടുപ്പിച്ച് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ സിലബസ് നമ്മൾ മാക്സിമം ഏർലി കവറേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാമിന് അടുത്ത് വരുന്ന സമയങ്ങളിൽ നമുക്ക് PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് ലൈവായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റ് റൗണ്ട് ഒന്ന് ഈസി ആയിട്ട് നമുക്ക് സമപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ലെവൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അല്ലെ. പലരും ഈ കോഴ്സ് സെൽഫ് സ്റ്റഡി നടത്തുന്നവർ അല്ലെങ്കിൽ മറ്റു കോഴ്സിൽ പഠിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരാറുണ്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അത്രത്തോളം ഇമ്പോർട്ടന്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ചാൽ മറ്റ് നിങ്ങൾക്ക് റെഗുലർ ഇന്റർവെൽസിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിന്റെ അതേ പാറ്റേണിൽ വരുന്ന മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിസിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. സോ സ്റ്റഡി ലെവൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ആൻഡ് നിങ്ങളുടെ കൺസേൺസും മറ്റു കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതിന് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അനലൈസും കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കണം, ഇപ്പോഴുള്ള പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെ എന്ത് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് ഇനി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാനായിട്ട് സാധിക്കും. അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. സോ എത്രയും വേഗം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം വീഡിയോ എൻഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് നമുക്ക് നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രീ ക്ലാസ്സസും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പോകുന്നുണ്ട്, ഫ്രീ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിന്റെ PDF നോട്ട്സും അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ്സസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് വേണം. അതുപോലെ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ മറ്റ് ചേഞ്ചസോ അല്ലെങ്കിൽ റെയിൽവേ SSC റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ
അപ് ടു ഡേറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സും എല്ലാം നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ കമന്റ് ബോക്സിലും മറ്റും എല്ലാം കൊടുത്തിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ അതിന്റെ മറ്റ് അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് വരാൻ പോകുന്ന ഫ്രീ ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സും എല്ലാം മാത്രം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നേരത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി ഓൾ ദ ബെസ്റ്റ്.